കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. മുഴപ്പിലങ്ങാട് ശ്രീകൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഹൈക്കോടതിയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് A. പ്രേമൻ അറിയിച്ചു. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വെള്ളിയാഴ്ച മുതൽ 3 ദിവസങ്ങളിലായാണ് താലപ്പൊലി മഹോത്സവം നടക്കുന്നത്. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ യഥാവിധി നടത്തിയായിരിക്കും ഉത്സവം നടത്തുക. കലശക്കാർ ക്ഷേത്ര കമ്മിറ്റിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി വ്യവസ്ഥകൾ കർശനമായി അനുസരിച്ചുകൊണ്ട് മാർച്ച് 9 രാത്രി 12 മണിക്ക് മുൻപ് മുഴുവൻ കലശങ്ങളും ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകൾ നിശ്ചിത സമയത്ത് നടത്താൻ സാഹചര്യം ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 5 കലശം മതി എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്നാൽ ഇന്ന് DJ അടക്കം 15-20 ചെണ്ടകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കലശം വരുന്നത്. അതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ആവശ്യവുമായി നിരന്തരമായി എല്ലാ വർഷവും ഇവരും ഈ കലശക്കാരുമായി ഞങ്ങൾ എഗ്രിമെന്റ് ഉണ്ടാക്കുമെങ്കിലും ആ എഗ്രിമെന്റ് പാലിക്കാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ക്ഷേത്ര കമ്മിറ്റി. ഒപ്പം ഒരു ക്ഷേത്ര വിശ്വാസി എന്ന നിലക്ക് മറ്റൊരാൾ കൂടി അവർ ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുകയാണ്. ഏതാണ്ട് ഇന്നലെ രാത്രിയോടുകൂടി 60-65ഓളം കലശങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് കൂടി രജിസ്ട്രേഷൻ ഉണ്ടാവും. ഇത് ക്രമീകരണം ഏർപ്പെടുത്തുക. കലശം വരേണ്ട സമയം നമ്മൾ നിയമാവലി പറയുന്നത് രാത്രി 12 മണിയാണ്. പക്ഷേ ഇപ്പോൾ കലശം എത്തുന്നത് 2 മണിക്കും 3 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ശിങ്കാരിമേള വരുന്ന കലശങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റ് പ്രധാനപ്പെട്ട 2 അടിയറകൾക്ക് കടന്നു വരാൻ സാധിക്കാത്ത അവസ്ഥ. 12 മണിക്കുള്ളിൽ കലശം എത്തി, അതിനുശേഷം 1 മണിക്കും 3 മണിക്കുമായി 2 അടിയറകൾ കടന്നു വരണമെന്നാണ് നിബന്ധന. അതിനുശേഷമാണ് ചെറിയൊരു വെടിക്കേട് ഉണ്ടാവാറ്. ഇതൊന്നും നടത്താൻ സാധിക്കാത്ത വിധം ഒരു കൂട്ടം സംഘങ്ങൾ കലശം വീടുകൾ കേന്ദ്രീകരിച്ചെടുക്കുന്നെങ്കിലും അതൊരു വളരെ മോശപ്പെട്ട പ്രവണതയിലേക്ക് തന്നെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റി ഇങ്ങനെ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി NV രാജീവൻ, വൈസ് പ്രസിഡന്റ് KK സുകുമാർ, സെക്രട്ടറി C. സുരേഷ് ബാബു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.